അതായത് ഇപ്പൊ വണ്ടി എന്ന ആഗ്രഹം ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് അത്യാവശ്യം സിബില് കുറവാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് കൊടുക്കുന്നതായിരിക്കും. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നമ്മുടെ ആൾക്കാർക്ക്. ഓക്കെ, മാക്സിമം ഓഫറിലാണ് പറയുന്നത്. ഇതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും കൊടുക്കും വണ്ടി, ഈ പറയണ പോലെ എടുക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് RC ഇതേതാ? RC 390 2016 ഒരു ക്ലീൻ വണ്ടി. ടയർ ഒന്നും കുഴപ്പമില്ല അല്ലെ? അല്ല സീനൊന്നുമില്ല. ഒരു കിട്ടില്ല V4 അടുത്തിരിക്കുന്നില്ല, റെഡ് ബ്ലാക്ക്. എത്ര കൊടുക്കും? 15,000 കിലോമീറ്റർ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓഫർ പ്രൈസ് കൊടുക്കണം. ഓഫർ പ്രൈസിൽ എക്സ്പെൻസ് വന്നോളി എടുത്തോളി. കിടിലം V3 ഉണ്ട്. ക്ലീൻ പീസ് ആണ്. ക്ലീൻ പീസ് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. കിക്കർ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സെൽഫ് അടിച്ചെടുക്കുക. 2016 മോഡലാണല്ലേ ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കട്ടോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലീൻ പീസ് വണ്ടിയാണ്. നമ്മൾ 6G കണ്ടു, 5G കണ്ടു, ഇനി വേറെ 4G ഉണ്ടോ? 25 രൂപ. ഫുൾ പണി അടിപ്പിച്ച് കിട്ടുന്ന വണ്ടി. വേറെ ഒന്നും വണ്ടി എടുത്തൊന്നും ചെയ്യാനില്ല. കളർ വണ്ടി ഉണ്ട്. റെഡ് വേണ്ടവർക്ക് റെഡ് ഉണ്ട്, ബ്ലൂ വേണ്ടവർക്ക് ബ്ലൂ ഉണ്ട്. 25,000 കിലോമീറ്റർ പുതിയ വണ്ടിക്ക് പകരം ഇത് വേണമെങ്കിൽ എടുക്കാം. ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ 15-20. ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലെ എസ്റ്റേറ്റ് മുക്കിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? വീണ്ടും എത്തിയിരിക്കുകയാണ് മനാമയിലാണ് അല്ലെ? മനാമ യൂസ്ഡ് ബൈക്കിലാണ്. ഇന്നത്തെ വീഡിയോയില് സനലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആരായിരുന്നു? അവന്റെ പേരെന്തായിരുന്നു? വൈഷ്ണവായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ ഇവർക്ക് 2 ഷോപ്പ് ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഷോപ്പിലേക്ക് വൈഷ്ണവ് മാറിക്കുന്നുണ്ട്. ഇത് നീ പുതിയ സ്റ്റാഫാണ് അവിടുത്തെ. അപ്പൊ ആളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവനെ അറിയാവുന്നതുകൊണ്ട് ഇവനെ പിടിച്ചേക്കാണ്. അപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ ബൈക്ക് ഷോറൂമാണ് മനാമ അല്ലെ? ഇതിന്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട്. അതായത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേര് എസ്റ്റേറ്റ് മുക്ക്. എസ്റ്റേറ്റ് മുക്കിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഓൾറെഡി ബൈക്ക് നോക്കുന്നവർക്ക് അറിയാം. ഇഷ്ടംപോലെ ഷോപ്പാണ്. ഇഷ്ടംപോലെ ഷോപ്പുകളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം തുരുതുര പറയാം. നമുക്ക് വണ്ടിയിലേക്ക് കിടക്കാം. ആദ്യം ഒരു ഫാസിന് എടുക്കുന്നുണ്ടല്ലോ, സെറ്റപ്പ് വണ്ടി. ഏകദേശം കിലോമീറ്റർ 28,806 കിലോമീറ്റർ ഓടിയ പുതിയ വണ്ടി 2020 മോഡല് ആണെങ്കിലും ഒരു 23-ന്റെ ഒക്കെ തോന്നിക്കൂലേ? ക്ലീൻ വണ്ടിയാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 60 രൂപ കൊടുക്കാൻ പറ്റും. ഏകദേശം ഡൗൺ പേയ്മെന്റ് എത്ര വരും? 10 രൂപ. 20 താഴെ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത എൻറ്റോർക്ക് 2022 മോഡൽ. 2022 ഇതിന്റെ സൂപ്പർ സ്കോഡ് അല്ലേ? സൂപ്പർ സ്കോഡ്. എത്രയാണ് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 70 രൂപ കൊടുക്കാം. 70 രൂപ കൊടുക്കാം. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നമ്മുടെ ആൾക്കാർക്ക്. ഓക്കെ, മാക്സിമം ഓഫറിലാണ് പറയുന്നത്. ഇതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ആക്സസ് 125 ഒരു ക്ലീൻ പീസ് 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡലാണെങ്കിലും അത്യാവശ്യം ഒരു കൂടുതൽ മോഡൽ വന്നിക്കൂലേ? 68 രൂപയ്ക്ക് ഒരു കിടലം വണ്ടിയുണ്ട്. ഏകദേശം 15-20 ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റുന്നത്. നമുക്ക് ഫിനാൻസ് ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ആധാർ കാർഡ്, പാൻ കാർഡ് വേണമെന്നില്ല. നമ്മളത് ബാങ്ക് അക്കൗണ്ടിന്റെ ഒരു കോപ്പിയും ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും മതി. പാൻ കാർഡ് വേണ്ട? വേണമെന്നില്ല. ഓക്കെ, ആധാർ കാർഡ് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. കാരണം ബാങ്കിൽ നിന്നല്ലേ കട്ടാവണം. ഓക്കെ, ഏകദേശം 21 ഏജ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ ഉണ്ടോ എല്ലായിടത്തും? എല്ലാവർക്കും കൊടുക്കും വണ്ടി, ഈ പറയണ പോലെ എടുക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് RC ഇതേതാ? RC 390 2016 ഒരു ക്ലീൻ വണ്ടി. ടയർ ഒന്നും കുഴപ്പമില്ല അല്ലെ? അല്ല സീനൊന്നുമില്ല, ഓടിക്കോളും. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കണം. പിന്നെ എത്ര കൊടുക്കും? അത് നമ്മ 1.80 കിട്ടിയാ കൊടുക്കാം. 1,80,000. ഇതിനൊരു 35-40 ഡൗൺ പേയ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ഇതാണെങ്കിലോ? ഇത് 125 RC. 125 RC 2021 മോഡലാ. ചെറിയ വണ്ടി ആഗ്രഹിക്കുന്നവർക്ക് 28,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1.40 കിട്ടിയാ കൊടുക്കാം. 1.40 കൊടുക്കണേ? കൊടുക്കാം. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ആണ്? സിംഗിൾ ഓണർഷിപ്പാണ്. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? 28,000 കിലോമീറ്റർ. ഇതാണെങ്കിൽ ഡൂക്ക്. ഇത് 200 അല്ലേ? 2019 മോഡൽ. 2019 200 BS4 ക്ലീൻ പീസ് ബ്ലാക്ക് കളർ അല്ലേ? നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? 1.40 കിട്ടിയാ കൊടുക്കാൻ മതി. 1.40 കൊടുക്കണേ? പിന്നെ ഇവിടെ കൊടുക്കണേ ഉഷാറെന്നുള്ള മൊത്തത്തില്. അപ്പൊ ഇതാണെങ്കിൽ ഡൂക്ക് 200 അല്ലേ? ഇത് 125 125 ആണ്. സ്റ്റിക്കർ അടിച്ചേക്കുന്നതാണ്. സോറി, സ്റ്റിക്കർ അടിച്ച് പറ്റിക്കില്ല. എനിക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 1.10 കിട്ടിയാ കൊടുക്കാം. 1,10,000. 1.10 എന്ന് പറയുമ്പോൾ ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഏകദേശം. ഓക്കെ, കിട്ടുന്നതാണ്. കിലോമീറ്റർ ഏകദേശം എത്ര ഉണ്ടാവും? കിലോമീറ്റർ 24,000 ഓടി. 24,000 കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതാണെങ്കിലോ? V4 അല്ലേ? ഇത് 2023 മോഡൽ വണ്ടി. V4 വെറും 8,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി. 23 വെറും 8,000 കിലോമീറ്റർ. അതായത് ഒരു ഏകദേശം 2 സർവീസ് ഒക്കെ കഴിഞ്ഞാൽ സാധ്യത. 2 സർവീസ് കഴിഞ്ഞു. ഇനി 2 സർവീസ് കൂടി ഉണ്ട്. ഫ്രീ സർവീസ് കിടക്കുകയാണ്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1.70 കിട്ടിയാ കൊടുക്കാം. 1.70 കൊടുക്കാം. വണ്ടി ക്ലീൻ പീസ് ആണ്. ക്ലീൻ പീസ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. ഒരു കിട്ടില്ല V4 അടുത്തിരിക്കുന്നല്ലോ, റെഡ് ബ്ലാക്ക്.
ആ എത്ര കൊടുക്കും? ഇത് 1.60 കിട്ടിയാ കൊടുക്കാൻ പോകും. 1,60,000. അത് വെറും 15,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 15,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 1.50 കൊടുക്കാൻ പോകും. 1.50. 1.50. ഓക്കെ ഓക്കെ. സിംഗിൾ ഓണർ ഓണർഷിപ്പ് ആണ്. 18,000 കിലോമീറ്റർ ആണ്. ഇതും ഏകദേശം ഒരു 40 രൂപ. ഈ വണ്ടിയാണെങ്കിലോ? ഇത് RS അല്ലേ? RS 200. RS 200 2018 മോഡൽ കിടലൻ വണ്ടി. എത്ര കൊടുക്കും? ഇത് നമ്മൾ 85 രൂപ കൊടുക്കാം. 85 രൂപ കൊടുക്കാൻ പറ്റും. ഇതും ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത്രയും വണ്ടികൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചില വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ വിട്ടുപോകുന്നതായിരിക്കും. കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ക്ഷമിക്കണം. കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. അടുത്തൊരു ക്ലീൻ പീസ് എക്സ്പൾസ് 200 2000. ഇത് 80 രൂപ കൊടുക്കും. 80 രൂപ ഓഫർ പ്രൈസ് കൊടുക്കണം. ഓഫർ പ്രൈസിൽ എക്സ്പൾസ് വന്നോളെ എടുത്തോളി. വണ്ടി കിടലൻ വണ്ടിയാണ്. കട്ടയ്ക്കുണ്ടല്ലോ ടയറിന്. നല്ല ടയറുണ്ട്. കിടലൻ വണ്ടിയാണ്. എക്സ്പൾസ് ആഗ്രഹിക്കുന്നവർ വന്നോളൂ. 2019 മോഡൽ. എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടി വരും? ഇതൊരു 15 രൂപയുടെ 15 രൂപ നമുക്ക് എക്സ്പൾസ് എടുക്കാം. V3 ഉണ്ട്. കിടലൻ V3 ഉണ്ട്. പിന്നെ 2023 ക്ലീൻ പീസ് ആണ് വണ്ടി. ക്ലീൻ പീസ് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. എത്ര കൊടുക്കും? ഇത് നമുക്ക് ഒരു 1.40 കിട്ടിയാ കൊടുക്കാം. 1.40 ക്ലീൻ വണ്ടി. അടുത്ത ക്ലീൻ വണ്ടി ആണെങ്കിലോ? അടുത്ത ക്ലീൻ വണ്ടി ഇത് 2020 മോഡൽ. ഇത് 1.30 കിട്ടിയാ കൊടുക്കാം. 1,30,000 കൊടുക്കാം. എത്ര കിലോമീറ്റർ? എത്ര? 24,000 കിലോമീറ്റർ. അടുത്താണെങ്കിലോ? ഇത് 2019 മോഡൽ. 2019 V3. ഇത് 1.15 കിട്ടിയാ കൊടുക്കാം. 1,15,000. അപ്പൊ ആ ഒരു 20 രൂപ ഡൗൺ പേയ്മെന്റ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് കിടിലൻ വണ്ടികളുണ്ട്, എടുത്തോളൂ. അടുത്ത MT. ഇത് 2022 മോഡൽ. 2022 കിടിലൻ വണ്ടി. വീണ്ടും കിടിലൻ വണ്ടി. എത്ര? 28,000 കിലോമീറ്റർ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 1.20 കിട്ടിയാ കൊടുക്കാം. 1.20 കൊടുക്കാൻ പറ്റും. അടുത്തത് ബുള്ളറ്റ് ക്ലാസിക് 350. കിക്കർ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സെൽഫ് അടിച്ചെടുക്കുക. 16 മോഡൽ വണ്ടിയാണ്. 2016 മോഡലാണല്ലേ? വണ്ടിയുടെ ഒരു 20,000 കിലോമീറ്റർ മാത്രമേ ഓടി. തിളക്കം കണ്ടിട്ട് സെറ്റപ്പ് ആണല്ലോ. 27,000 കിലോമീറ്റർ 2016. കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 90 രൂപ കൊടുക്കാം. 90 കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെന്റ് ഇറങ്ങോ? 10,000 രൂപ ബുള്ളറ്റ് ഇറക്കാട്ടാ. പിന്നെ അടുത്ത ഇതാണെങ്കിലോ? തണ്ടർബേർഡ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. ഏതാ ഇയർ? ഇത് 2015 ഇയർ. 2015 സിംഗിൾ ഓണർഷിപ്പ് കിടിലൻ വണ്ടി. വണ്ടി എത്ര കൊടുക്കും? ഒരു 75 കിട്ടിയാ കൊടുക്കാം. 75 രൂപ കൊടുക്കാം. ഈ പറഞ്ഞ റേറ്റിൽ നിന്ന് നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കണോ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ വീഡിയോ അത്യാവശ്യം എൻക്വയറി വന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. അത്യാവശ്യം വണ്ടിയുടെ എല്ലാം മാറിയിട്ടാണ് നമ്മൾ ഏകദേശം ഒരു 2 മാസം മുമ്പ് വന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 90% വണ്ടികളും പുതിയതാണെന്ന് തോന്നുന്നു. എനിക്കൊരു ഐഡിയ ഇട്ട് നമ്മൾ ഒരുപാട് ഷോപ്പിൽ പോകുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഇട്ടില്ല. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ വണ്ടി സെയിൽ ചെയ്യണേ. അടുത്തത് ജൂപ്പിറ്റർ. 2021 മോഡൽ. 2021 മോഡല് 24,020 കിലോമീറ്റർ. എത്ര കൊടുക്കും? ഇത് നമുക്ക് ഒരു 75 രൂപ കിട്ടിയാ കൊടുക്കാം. 75,000 കൊടുക്കാം. ഇത്തരം വണ്ടിയാണ്. അടുത്ത റൈസ് 2021 മോഡൽ. ഇതൊരു 68 രൂപ കിട്ടിയാ കൊടുക്കാം. 68 രൂപ കൊടുക്കാം. ഓണർഷിപ്പ് നിങ്ങളാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 68 കിലോമീറ്റർ. നമുക്ക് 68 എന്ന് പറയുമ്പോൾ ഒരു 15-20 ഡൗൺ പേയ്മെന്റ് മതിയാവും. അടുത്ത ഈ വണ്ടിയാണെങ്കിലോ? ആക്ടിവ 60. ഇത് 2022 മോഡൽ. 25,527 കിലോമീറ്റർ. എക്സ്ട്രാ കിറ്റും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. സേഫ്റ്റിക്കൊന്നും പേടിക്കണ്ട. ഒന്നും പേടിക്കാല്ല. എമൗണ്ട് പറ. ഇതൊരു നമുക്ക് 70,000 കൊടുക്കാം. അടുത്ത കേസ് 2022 ജൂപ്പിറ്റർ. ഒരു ക്ലീൻ വണ്ടിയിലെ ഒരു പ്രത്യേക കളറും കാര്യങ്ങളും. നമുക്ക് ഇത് എത്രയും കൊടുക്കാൻ പറ്റും? 75,000 കൊടുക്കാം. എത്ര? 75,000 കൊടുക്കാം. ഇത് ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഡിയോ 2020 മോഡൽ. 2020 മോഡല് 15,000 സിംഗിൾ ഓണർഷിപ്പ് 15,874. വണ്ടി ക്ലീൻ പീസ് വണ്ടിയാണ്. അപാകതകളൊന്നും ഇല്ലല്ലോ. ഇവിടുന്ന് വണ്ടി ഒന്നും അപാകതകളില്ലല്ലോ. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 60,000 കൊടുക്കാം. അടുത്ത ആക്ടിവ 5G. ഇത് 2019 മോഡൽ വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് 33,764. ക്ലീൻ പീസ് വണ്ടിയാണ്. നമ്മൾ 6G കണ്ടു, 5G കണ്ടു. ഇനി വേറെ 4G ഉണ്ടോ? നോക്കാം. എത്ര കൊടുക്കാൻ പറ്റും? 58 രൂപ കിട്ടിയാ കൊടുക്കാം. 88,000 കൊടുക്കാം. അപ്പൊ ഈ ആക്റ്റീവ് വേണമെങ്കിലോ? ആക്റ്റീവ് ഇത് 2019 ആക്റ്റീവ് 125 അല്ലേ? 2019 എത്ര കൊടുക്കും? ഇത് നമ്മൾ ഒരു 50 രൂപ കിട്ടിയാ കൊടുക്കാം. എത്ര? 50 ആണോ? 50. ഇവിടെ ഈ ഭാഷയിൽ എനിക്ക് 50-80 മാറി പറഞ്ഞു വെച്ചാണ്. ക്ലീൻ വണ്ടിയാണ്. അടുത്തത് ഫാസ്റ്റിനോ 2019 ആണോ 18 ആണോ? 2018. ഈ ഒരു അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു സെഗ്മെന്റിൽ ഇറങ്ങിയ ഒരു കളറും വണ്ടിയാണ്. ഈ വണ്ടി കിട്ടാനില്ല. പുതിയ വണ്ടി ഇറങ്ങിയപ്പോ ബാക്കിൽ കുറച്ച് സെറ്റപ്പ് ഇല്ല. ഇത് 12,300 കിലോമീറ്റർ. അത്രയും കൊടുക്കും. സിംഗിൾ ഓണർ. എമൗണ്ട് പറ. ഇതൊരു 50 രൂപ കിട്ടിയാ കൊടുക്കാം. 50,000 കൊടുക്കാം. അടുത്ത എൻറ്റോർക്ക് 125 2019 വണ്ടി.
2019 വണ്ടി, ക്ലീൻ വണ്ടിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പുതിയ ടയറൊക്കെയാണ്, ഫ്രണ്ട് ടയറും പുതിയതാണ്. ബാക്ക് എങ്ങനെ? ബാക്കും പുതിയ ടയറാണ്. പുതിയ ടയറാണ്. നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും? 50,000 രൂപ കൊടുക്കാം. നല്ല വണ്ടിയാണ് കേട്ടോ എൻടോർക്ക്. അടുത്തത് ജിക്സർ. ജിക്സർ രണ്ടെണ്ണം അല്ലേ? രണ്ട് ജിക്സർ ഏതാ? 2022 മോഡലാണ്. 2022 മോഡലാണ്. 2 കിലോമീറ്റർ എത്ര? 2 കിലോമീറ്റർ ഇത് 28,000 30,000. ലോ കിലോമീറ്റർ ആണ്. രണ്ടിനും സെയിം റേറ്റ്. 2000 കിലോമീറ്ററിന്റെ മാറ്റേ ഉള്ളൂ. 90 രൂപ. എത്ര? 90,000 കൊടുക്കാം. അടുത്തത് TVS റൈഡർ. ഏതാ ഇയർ? ഇത് 2022 മോഡലാണ്. 2022 മോഡൽ റൈഡർ. അധികം കാണാറില്ലേ വണ്ടി? എത്രയും കൊടുക്കും? ഇത് നമുക്ക് 80 രൂപ കൊടുക്കാം. ഇതും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത RTR 160 നല്ല അത്യാവശ്യം അല്ലേ? ആ ഒരു സമയത്ത് ഇറങ്ങിയ നല്ലൊരു കളറാണ് അല്ലേ? 2018 മോഡൽ. ആ ഒരു സമയങ്ങളിൽ ഈ ഒരു കളർ ഇതിന്റെ വൈറ്റും ഈ കളറായിരുന്നു ട്രെൻഡിങ്ങില്. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 50 രൂപ കൊടുക്കാം. 50,000 കൊടുക്കാൻ പറ്റും. അടുത്ത ഗ്ലാമർ ഏതാ മോഡൽ? ഇത് ഗ്ലാമർ ഇത് 2011 മോഡൽ. 2011 മോഡൽ. ഓണർഷിപ്പ് ഏതാ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 32,000 ഓടിയിട്ടുണ്ട്. എത്രയും കൊടുക്കും? ഇത് നമുക്കൊരു 25 രൂപ കൊടുക്കാം. 25 രൂപ. ഇത് എല്ലാം പുതിയ ഫുൾ പണി കിട്ടുന്ന വണ്ടി. വേറെ ഒന്നും വണ്ടി എടുത്ത് ഒന്നും ചെയ്യാനില്ല. എടുക്കാ പോവാ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ഇതല്ലേ ഫാഷൻ ഏതാ മോഡല്? ഇത് 2012 മോഡൽ. 2012 മോഡല്. ഓഫറിൽ അങ്ങോട്ട് പറ, കുറച്ചുകൊണ്ട് പറ. 20 രൂപ കൊടുക്കാം. 20 രൂപ ക്ലീൻ വണ്ടിയല്ലേ? വണ്ടി ഒന്നും പറയാനില്ല. സീറ്റ് കവർ പുതിയതാണ്, എല്ലാം സെറ്റാണ്, ഒന്നും പറയാനില്ല. എല്ലാ അത്യാവശ്യം വർക്കെല്ലാം കഴിഞ്ഞ വണ്ടി. നമുക്ക് ഏത് വർഷം മുതലായിരുന്നു ഫിനാൻസ് കിട്ടാം? ഫിനാൻസ് 2016 മോഡലാണ്. 2016 മോഡലുള്ള എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടുമായിരിക്കും. നമ്മൾ ഈ കണ്ട വണ്ടികളെല്ലാം ഏകദേശം മോഡൽ കൂടിയ V4 V3 അല്ലാത്ത ബാക്കി എല്ലാ വണ്ടികളും നമുക്ക് ഏകദേശം ഒരു 15 രൂപ ഇറക്കാം. ഒരു 150 മേലുള്ള വണ്ടികളൊക്കെ ഏകദേശം 40,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് പറ്റുള്ളൂ. അടുത്ത ഈ വണ്ടി ഏതാ? ഇത് വിക്ടർ. ഏതാ മോഡല്? ഇത് 2016 മോഡൽ. 2016 മോഡൽ വിത്ത് ക്ലീൻ പീസ് വണ്ടി. എത്രയും കൊടുക്കും? ഇതൊരു 30 രൂപ. നമുക്ക് 20,000 രൂപ താഴെ വണ്ടികൾ നോക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം വണ്ടികൾ, മൈലേജ് വണ്ടികളൊക്കെ. ഓക്കെ, ഇത് ഏതാ? RTR. ഇത് 2016 മോഡൽ. 2016 മോഡൽ. നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇതൊരു 35 രൂപ കൊടുക്കാം. 35 രൂപ നമ്മൾ കൊടുക്കുകയാണ് എല്ലാം വണ്ടി. അടുത്ത പൾസർ 150. ഇത് 180 മോഡൽ പൾസർ ആട്ടോ. 180 മോഡൽ പൾസർ. ഇത് 150 അല്ലേ? 150 മോഡൽ. എത്രയും കൊടുക്കും? ഇത് നമുക്കൊരു 50 രൂപ കൊടുക്കാം. 50,000 കൊടുക്കാം. 2018 മോഡലാണ്. ഫിനാൻസ് കിട്ടുന്നതാണ്. ഒരു 10 രൂപ അടിച്ചു കഴിഞ്ഞാൽ പൾസർ എടുക്കട്ടോ. ഈ 150 ആണെങ്കിലാ? ഇത് രണ്ടും ഒരേ മോഡലാണ്. 2018 തന്നെ. രണ്ടും ഒരേ വില 50 രൂപ. 50,000 രൂപയ്ക്ക് 2 കളർ വണ്ടി ഉണ്ട്. റെഡ് വേണ്ടവർക്ക് റെഡ് ഉണ്ട്, ബ്ലൂ വേണ്ടവർക്ക് ബ്ലൂ ഉണ്ട്. വേറെ കളർ പോലും വരാനുണ്ടോ? ഇനി വരാനുണ്ട്. അടുത്തൊരു അവിടെ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഓർഡർ അങ്ങോട്ട് പോകും. അത് ഏതാ? സ്പെൻഡർ. ഇത് CD ഡിലക്സ്. 2014 വണ്ടി. 2014 വണ്ടി. കിലോമീറ്റർ കറക്റ്റ് ആണോ? കറക്റ്റ് 34,000 ആണ് ഓടിയത്. പറയാൻ പറ്റും കറക്റ്റ് ആണെന്ന്. ഓക്കെ, എത്രയും കൊടുക്കും? 20,000 രൂപ കൊടുക്കാം. എത്ര? 20,000 രൂപയ്ക്ക് വീണ്ടും കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ പൾസർ 150 ഏതാ മോഡല്? ഇത് 11 മോഡല്. 2011 മോഡല്. ഓണർഷിപ്പ് ഏതായിരിക്കും? സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. എത്രയും കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 20,000 രൂപ കൊടുക്കാം. 20,000 കൊടുക്കാം. 20,000 രൂപ അത്യാവശ്യം വണ്ടികൾ കണ്ടല്ലോ ഇതുവരെ. ബി വണ്ടി ആണെങ്കിലോ? എക്സ്ട്രീം. ഇത് 2018 മോഡൽ. എക്സ്ട്രീം 200 അല്ലേ? 200. എത്രയും കൊടുക്കും? ഇത് നമുക്ക് ഒരു 45 രൂപ കൊടുക്കാം. 45 രൂപ. ഒരു ഇത് വേണമെങ്കിൽ കിലോമീറ്റർ ബൾജിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് സൈഡൊക്കെ. 10 രൂപ നമുക്ക് ഇറക്കാം. റെഡി ആയി തരാം. എത്ര എമൗണ്ട്? ഇത് 45 രൂപ. 45 രൂപ. 10 രൂപ ഇറക്കിയ വണ്ടി ഇറക്കാൻ പറ്റും. ഇത് 2016 മോഡൽ അവഞ്ചർ. 2016. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 150 സ്ട്രീറ്റ് ഒക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ 35 രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്യും. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 35 രൂപ കൊടുക്കാം. 35 കൊടുക്കുക. ഈ വണ്ടിയാണെങ്കിൽ എക്സ്പ്രസ് ഇത് 2023 മോഡലാട്ടോ. പുതിയ വണ്ടി. ഇത് 4 ആണോ? 4 എത്ര കൊടുക്കും? ഇത് നമുക്ക് ഒരു 1,20 കൊടുക്കാം. 1,20 കിടിലം വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടി. 25,000 കിലോമീറ്റർ ഓടി. പുതിയ വണ്ടിക്ക് പകരം ഇത് വേണമെങ്കിൽ എടുക്കാം. ഏകദേശം ഡൗൺ പേയ്മെന്റ് പറയുകയാണെങ്കിൽ 15 രൂപ. 15 രൂപ മറക്കാം. ഓക്കെ, അടുത്തതല്ലേ വെറൈറ്റി വണ്ടി? ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് XL 100 അല്ലേ? ഓക്കെ, നമ്മൾ എറണാകുളത്ത് ബൈക്ക് പാർട്ടി പോകുന്ന വണ്ടി കാണാറുണ്ടായിരുന്നു. ഇത് 2023 മോഡലാട്ടോ. 13,178 കിലോമീറ്റർ. സെൽഫുള്ള വണ്ടിയാണ്. അത്യാവശ്യം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം 3-4 പേര് പോണ വണ്ടിയല്ലേ? ഇവിടെ പറ്റില്ല, 2 പേർക്ക് കയറാൻ പറ്റുള്ളൂ. അത്യാവശ്യം ലോഡും കാര്യങ്ങളും കയറും. എത്രയും കൊടുക്കാൻ പറ്റും? 35 രൂപ കൊടുക്കാം. 35,000 രൂപ സെൽഫുള്ള കിടിലം വണ്ടി. ഒന്നും പറയാനില്ല. അടുത്ത ഈ വണ്ടിയാണെങ്കിൽ മാസ്റ്റർ 90 കിലോമീറ്റർ മൈലേജ്. 90. ശരിയാണ്, 90 മൈലേജും കിട്ടും. 90 കിലോമീറ്റർ മൈലേജ് ഉറപ്പായിട്ടും. അപ്പൊ ഏകദേശം 110 രൂപ അടിച്ചു കഴിഞ്ഞാൽ 90 കൂടാം. 1 ലിറ്റർ അടിച്ചാൽ 1 ലിറ്റർ 107. 110 രൂപ അടിച്ചു കഴിഞ്ഞാൽ 90 കൺഫേം. ഓക്കെ, മാസ്റ്റർ ആണെങ്കിൽ 2014 മോഡൽ. എത്ര കൊടുക്കും? 20 രൂപ കൊടുക്കാം.
20,000 സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. ആ വണ്ടിയാണെങ്കിലാ ആക്സസ് 125 അത് 2015 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് നമ്മൾ 20 രൂപ ഉണ്ടെങ്കിൽ അതും 20 രൂപ. ഇനിയിപ്പോ ആ വണ്ടി വിലക്ക് കൊടുക്കാനുള്ളതാണോ? അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വണ്ടി കാണിച്ചു നമുക്ക് ഇന്ന്. ഇനി വണ്ടികൾ ഏതൊക്കെ വരാനുണ്ട്? വണ്ടികൾ നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് കൂടുന്നതനുസരിച്ച് നമ്മൾ വണ്ടികൾ ഓരോ വണ്ടി പണി എടുപ്പിച്ച് ചെയ്ത് ഓരോന്ന് കയറ്റും. ഇന്ന് നമ്മൾ ഏകദേശം ഇപ്പൊ എത്ര വണ്ടി പരിചയപ്പെട്ടുണ്ടാവും? എണ്ണി നോക്കാതെ ഒരു കണക്ക് പറയാൻ പറ്റും? ഒരു 75. ഇത്ര വണ്ടിയൊന്നുമില്ല, നീ ഉണ്ടായത് 50 വണ്ടിക്ക് ഉണ്ടാവുന്നുള്ളേ. 50. ഏകദേശം 50ഓളം വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ലോ കിലോമീറ്റർ വണ്ടികളെല്ലാം ഓൾമോസ്റ്റ് ഒരു 90% സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടികളാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടികളെല്ലാം സെറ്റായി കൊടുക്കുന്നതായിരിക്കും. ഫിനാൻസ് ഓൾ കേരള ഉണ്ടാവോ? ഓൾ കേരള. കാസർഗോഡ് കിട്ടോ? എല്ലായിടത്തും നമ്മൾ റെഡിയായി കൊടുക്കും. എല്ലാവർക്കും കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ റെഡി. അപ്പോൾ സിബിലൊന്നും വേണ്ടേ? സിബിലൊക്കെ നമ്മൾ എടുത്തു കൊടുക്കാമല്ലോ. സിബിലിന്റെ ഒന്നും ആവശ്യം ഇവിടെ നമ്മൾ സിബിൽ ഇല്ലെങ്കിൽ നമുക്ക് സെറ്റ് കൂടെ ഉണ്ടോ? സെറ്റ് ലോൺ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ എല്ലാ ഇതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ വണ്ടി എന്ന ആഗ്രഹം ഉള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതായത് അത്യാവശ്യം സിബില് കുറവാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് സെറ്റ് കൊടുക്കാൻ ആയിരിക്കും. ചെയ്ത് കൊടുക്കും. മാസം EMI അടിച്ചു കിട്ടാ. അത്യാവശ്യം ട്രാക്ക് ഉള്ളവർക്ക് ഈ 10,000 രൂപ എന്നുള്ള ഡൗൺ പേയ്മെന്റ് 5 രൂപ ഒക്കെ ഇറക്കാൻ പറ്റും. നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ചുള്ള EMI-ന്റെ ഒരു പ്രശ്നം മാത്രമേ വരൂ. അടവ് കൂടുന്നുള്ള ഒരു വിഷയമുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഡൗൺ പേയ്മെന്റ് എത്ര ഉണ്ടെങ്കിലും അത്യാവശ്യം അതായത് ഒരു 5 രൂപ 10 രൂപ കൊണ്ടു കഴിഞ്ഞാൽ വണ്ടിയായിട്ട് പോവാം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽ ആണ് നമുക്ക് ഇന്നത്തെ ഡീറ്റെയിൽസ് പറയാം. ഇന്നത്തെ എപ്പിസോഡിൽ പറയാനുള്ളത്. ഷോപ്പിന്റെ പേര് മനാമ യൂസ്ഡ് ബൈക്ക്. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ എസ്റ്റേറ്റ് മുക്കിലാണ്. അപ്പോൾ താങ്ക്സ്. സനലാണ് ഡീറ്റെയിൽസ് പറഞ്ഞത്. അപ്പം അമ്മ അടുത്തൊരു എപ്പിസോഡ് ഒരു 1-2 അടുത്ത മാസം വരുന്നതായിരിക്കും. ന്യൂ ഇയർ അടുത്ത വർഷം പുതിയ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറുപടി തരുന്നതായിരിക്കും. ഇവരുടെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടികളെല്ലാം ഇവർ സെറ്റാക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോൾ മുതൽ എപ്പോൾ വരെയും വിളിക്കാം? രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ വിളിക്കാം. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയും കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ്. പുതിയൊരു എന്താണ് എന്തെങ്കിലും പറയണ്ട? എന്താ ചോദിക്കണേ? എന്താ പറയണോ? ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഇട്ടിട്ടോ. പറഞ്ഞോളൂ, നിങ്ങളല്ലേ പറയേണ്ടത്. ബാഹ യൂസ്ഡ് ബൈക്ക് എന്ന് സെർച്ച് ചെയ്താൽ ബാഹ യൂസ്ഡ് ബൈക്ക്. അപ്പൊ ഈ മനാമ എന്നുള്ള പേര് രണ്ടും ഒന്നാണോ? 2 ഷോപ്പ് ഉണ്ട് നമുക്ക്. 2 ഷോപ്പ് ഉണ്ടല്ലേ? ഒരെണ്ണപ്പുറത്തുണ്ടല്ലേ? ഒന്നപ്പുറത്തുണ്ട്. അപ്പൊ ഇപ്പത്തെ ഇൻസ്റ്റാഗ്രാം പേജ് ബാഹ. അവിടെ നിങ്ങൾ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടോ? അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട്. പുതിയ വണ്ടിയുടെ അപ്ഡേറ്റ്, എമൗണ്ട്, ഡൗൺ പേയ്മെന്റ്, സെയിലാവിന്റെ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പോകും. നമുക്കൊരു ബൈ കൊടുത്താലോ. അപ്പൊ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ വരുന്നവരെ ബൈ.